സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ മൊഡ്യൂൾ 1 പാർട്ട് 9 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൾട്ടി പ്ലേറ്റ് ക്ലച്ചുകളെ കുറിച്ചായിരുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലച്ച് ആയിട്ടുള്ള സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന്. സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ. എന്താണ് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ? ഒരു വസ്തു റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൻട്രലിലേക്ക് ആക്ട് ചെയ്യുന്ന, സെൻട്രലിൽ നിന്ന് പുറത്തേക്ക് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അഥവാ അതിന് തെറിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. നമ്മളൊരു കല്ല് ജസ്റ്റ് ഒരു കയർമ കെട്ടി റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ കല്ല് എപ്പോഴും നമ്മൾ കയ്യിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് തെറിക്കാനുള്ള, ആ കയറിലേക്കൊരു വലിവ് ക്രിയേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് തെറിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ കയറ് ആ കല്ല് ഈ കയറിൽ ഉണ്ടാക്കുന്ന ടെൻഷൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി, ആ ഫോഴ്സ്, വലിവ്, അതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ കല്ല് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാണ് കയറുമ്പോൾ, അപ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ വലിഞ്ഞ് പുറത്തേക്ക് തെറിക്കാനുള്ള ടെൻഡൻസി. നമ്മളാണ് വളരെ സ്പീഡിൽ കറക്കിയിട്ട് നമ്മൾ കയ്യിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ആ കല്ല് വളരെ ഫാസ്റ്റായിട്ട് ഫ്ലൈ ചെയ്യും. ഇനി നമ്മൾ പതുക്കെയാണ് കറക്കുന്നതെങ്കിൽ കല്ല് താഴെ വീഴാനും വലിവ് അല്ലെങ്കിൽ അതിൻ്റെ ഫോഴ്സ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് സ്പീഡിനനുസരിച്ച് കൂടും, സ്പീഡിനനുസരിച്ച് ഇരട്ടിയായിട്ട് കൂടും. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സും, ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ല, നമ്മൾ സ്പ്രിംഗ് പ്രഷറും സ്പ്രിംഗ് ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഒരുമിച്ച് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ക്ലച്ചാണ് സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ക്ലച്ചുകളുണ്ട്, പൂർണ്ണമായിട്ടും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മാത്രം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ക്ലച്ചുകളുണ്ട്. അതാണ് സെൻട്രിഫ്യൂഗൽ ക്ലച്ച്. എന്നാൽ സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൽ പോലെ തന്നെ സ്പ്രിംഗ് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ക്ലച്ച് പ്ലേറ്റിനെ നമ്മൾ പ്രഷർ പ്ലേറ്റ് ഉപയോഗിച്ച് ഫ്ലൈ വീലുമൊക്കെ അമർത്തി നിർത്തുന്നു. അതിൻ്റെ കൂടെ എന്താണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടെ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഇത് എവിടെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു വെയ്റ്റഡ് ലിവർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ട്. ഇതൊരു ക്ലച്ചിൻ്റെ കട്ട് സെക്ഷണൽ വ്യൂ ആണ്. അപ്പോൾ ഒന്നിടവിട്ട് വെയ്റ്റഡ് ലിവറും അതിൻ്റെ കൂടെ തന്നെ ഒന്നിടവിട്ട് കോയിൽ സ്പ്രിങ്ങും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ഈ ടൈപ്പ് ക്ലച്ചിൽ. ഇത് ചില ഹെവി വെഹിക്കിൾസിലാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഹൈ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് സ്പ്രിങ്ങുകൾ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യണമെങ്കിൽ. അപ്പോൾ വളരെ കൂടുതൽ സ്പ്രിങ്ങുകൾ വളരെ ഹൈ ടെൻഷനുള്ള സ്പ്രിങ്ങുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്ത് നമ്മൾ ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഹൈ ടോർക്ക് നമ്മൾ വളരെ ഹൈ സ്പീഡിൽ ഈ എൻജിൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ക്ലച്ച് പൂർണ്ണമായിട്ട് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ് ഫോഴ്സിന് പുറമെ നമ്മൾ സ്പ്രിങ്ങുകളുടെ എണ്ണം കുറച്ച് അതിന് പകരം നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സുകൾ കൊടുക്കുന്നു. അഥവാ നമ്മൾ വെയ്റ്റഡ് ലിവേഴ്സ് പിവോട്ട് ചെയ്ത് ഒന്നിടവിട്ട് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ സ്പീഡ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യാൻ ക്ലച്ച് പ്രസ് ചെയ്യുന്ന സമയത്തും സ്പീഡ് കുറയുന്ന സമയത്തൊക്കെ ഈ വെയ്റ്റഡ് ലിവർ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ, നമ്മൾ പറഞ്ഞു സ്പീഡ് കൂടുന്നതിനനുസരിച്ചാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടുക. അപ്പോൾ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കുറയും. അപ്പോൾ എന്ത് ചെയ്യും? ആ വെയ്റ്റഡ് ലിവർ പ്രഷർ പ്ലേറ്റുമൊക്കെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ത് ചെയ്യും? ഈ വെയ്റ്റഡ് ലിവർ പ്രഷർ പ്ലേറ്റുമൊക്കെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കുറയും. സ്പീഡ് കുറയുമ്പോൾ, സ്പീഡ് കൂടുമ്പോഴോ ആ വെയ്റ്റഡ് ലിവർ കൂടുതൽ ഫ്ലൈ ചെയ്തിട്ട് പ്രഷർ പ്ലേറ്റുമൊക്കെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. സ്പ്രിംഗ് ഫോഴ്സ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും.
അപ്പോൾ നമ്മൾ ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യാൻ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് സ്പ്രിങ്ങിനെ മാത്രം കംപ്രസ് ചെയ്താൽ മതി. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓട്ടോമാറ്റിക് ഇല്ലാതാവും. സ്പീഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? സ്പീഡ് കൂടുമ്പോൾ നമുക്ക് ഈ സ്പ്രിങ് ഫോഴ്സിന് പുറമെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടെ കിട്ടിയിട്ട് ക്ലച്ച് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും, പരമാവധി ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും. ഇതാണ് സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പ്ലസ് സ്പ്രിങ് ഫോഴ്സ് ഉപയോഗപ്പെടുത്തിയിട്ട് വർക്ക് ചെയ്യുന്ന ക്ലച്ചുകളെയാണ് സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ചുകൾ പറയുന്നത്. അപ്പോൾ അതിൽ കൺസ്ട്രക്ഷൻ വർക്കിംഗ് ഒക്കെ സെയിം ആസ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്, കോയിൽ സ്പ്രിങ് ടൈപ്പ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ അതുപോലെ തന്നെയാണ് വർക്കിംഗ്. ഇവിടെ ആകെ വ്യത്യാസമുള്ളത്, ഇതിൽ സ്പ്രിങ് ഫോഴ്സിന് പുറമെ ഒന്നിടവിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കാണ്ട് വെയ്റ്റഡ് ലിവർ ഉപയോഗിക്കുന്നു. ആ വെയ്റ്റഡ് ലിവർ പിവോട്ട് ചെയ്തിട്ടുണ്ടാവും, അത് ഫ്ലൈ ചെയ്യാവുന്നത്. അഥവാ സ്പീഡ് കൂടുന്നതനുസരിച്ച് അത് പുറത്തേക്ക് തെറിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അത് സ്പീഡ് കൂടുന്നതനുസരിച്ച് പ്രഷർ പ്ലേറ്റുമൊക്കെ അതൊരു ഫോഴ്സ് ഇങ്ങനെ എക്സേർട്ട് ചെയ്യും. ഇതാണ് സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ചുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹൈ ടോർക്ക് ആപ്ലിക്കേഷനുള്ള ഹെവി വെഹിക്കിൾസിലൊക്കെയാണ്. നെക്സ്റ്റ് ഇനി നമുക്ക് പറയാനുള്ളത് സെൻട്രിഫ്യൂഗൽ ക്ലച്ചുകളെ കുറിച്ചാണ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണ് നമ്മൾ പറയുന്നത്? സ്പീഡ് കൂടുന്നതനുസരിച്ച് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടും. ഏതൊരു വസ്തുവും ഒരു പോയിന്റിൽ ബേസ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് ആ പോയിന്റ് സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് അത് ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സ് അഥവാ അതിന് തെറിക്കാനുള്ള ടെൻഡൻസി ഒരു കല്ല് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഏതൊരു വസ്തു കറങ്ങുന്ന സമയത്ത് അതിന് പുറത്തേക്ക് ആ സെൻറ്ററിൽ നിന്ന് ബേസ് ചെയ്ത് പുറത്തേക്ക് ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഉണ്ടാവും, പുറത്തേക്ക് തെറിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും, ഫ്ലൈ ചെയ്യാനുള്ള ടെൻഡൻസി. അതാണ് അതിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മാത്രം ഉപയോഗപ്പെടുത്തിയിട്ട് വർക്ക് ചെയ്യുന്ന ക്ലച്ചുകളാണ് സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കൊരു ഓട്ടോമാറ്റിക് ക്ലച്ചാണ്, മാനുവൽ ക്ലച്ചാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ ക്ലച്ച് എൻഗേജ്മെൻറ്റ് ഡിസെൻഗേജ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. സ്പീഡ് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കുറയും, അപ്പോൾ ക്ലച്ച് ഡിസെൻഗേജ് ആവും. സ്പീഡ് കൂടുന്നതനുസരിച്ച് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടിയിട്ട് ക്ലച്ച് എൻഗേജ്ഡ് ആവും. അപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് നോക്കുക. ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഫിഗറാണ്. പ്രാക്ടിക്കൽ കേസിൽ ഇങ്ങനെ ആവണമെന്നില്ല. ഇതൊരു തിയററ്റിക്കലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു വെയ്റ്റഡ് ലിവർ എ. അതിനൊരു ആ വെയ്റ്റഡ് ലിവറിൻ്റെ ടോട്ടൽ വെയ്റ്റാണ് എ എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നത് ആ ലിവർ. നെക്സ്റ്റ് നമ്മൾ സി എന്ന് പറയുന്നത് പ്രഷർ പ്ലേറ്റ് ആണ്, സി. ഡി എന്ന് പറയുന്നത് ക്ലച്ച് പ്ലേറ്റ്, എഫ് എന്ന് പറയുന്നത് ഫ്ലൈ വീലും. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ കേസിൽ ഈ ഒരു എ എന്ന് പറഞ്ഞ വെയിറ്റ് ഇപ്പോൾ ഉള്ള പൊസിഷനിലായിരിക്കും. ഇനി ക്ലച്ച് ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടിങ് സമയത്തൊക്കെ ഐഡലിങ് സമയത്തൊക്കെ ചെറിയ സ്പീഡ് ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ഈ എ എന്ന് പറഞ്ഞ വെയിറ്റ് അഥവാ നമ്മൾ ഈ ഷാഫ്റ്റ് മൊത്തത്തിൽ ഇത് റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, എ എന്ന് പറഞ്ഞ വെയിറ്റ് ഫ്ലൈ ചെയ്യില്ല. എന്നാൽ സ്പീഡ് കൂടുതൽ എൻജിൻ RPM കൂടി നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുകയാണ്. ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വെഹിക്കിളിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്ന എക്സാമ്പിളാണ് നമ്മൾ സ്കൂട്ടി, അല്ലേ? സ്കൂട്ടേഴ്സിലൊക്കെ അഥവാ നമ്മൾ ആക്റ്റീവ അതുപോലത്തെ സ്കൂട്ടറുകളുടെ CVTൻ്റെ കൂടെ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് യൂസ് ചെയ്യാറുണ്ട്. അവിടെ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നതിനനുസരിച്ചാണ് വണ്ടി നീങ്ങുന്നത്. അപ്പോൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ഇനീഷ്യൽ ഒരു 500 RPM അല്ലെങ്കിൽ 1000 RPM ഇത് ക്ലച്ച് എൻഗേജ്ഡ് ആവില്ല. നമ്മൾ ആക്സിലറേറ്റ് ചെയ്ത് ഒരു 1000, 1200, 1300, 1500 RPM ഒക്കെ കൊണ്ട് കയറുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, ഈ ഒരു വെയിറ്റ് ഫ്ലൈ ചെയ്യാൻ തുടങ്ങും. വെയിറ്റ് ഫ്ലൈ ചെയ്തിട്ട് ഇവിടെ എച്ച് എന്ന് പറഞ്ഞ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് ഫ്ലൈ ചെയ്യുന്നത്. ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ബി എന്ന് പറഞ്ഞ ലിവറിന് നേരെ എന്ത് ചെയ്യും, സി എന്ന് പറഞ്ഞ പ്രഷർ പ്ലേറ്റിനെ ഡി എന്ന് പറഞ്ഞ ക്ലച്ച് പ്ലേറ്റിനുമേക്ക് അമർത്തിയിട്ട് ക്ലച്ച് പ്ലേറ്റ് എന്ത് ചെയ്യും, എഫ് എന്ന് പറഞ്ഞ ഫ്ലൈ വീലുമൊക്കെ അമർന്ന് വെക്കും. ഇതിൻ്റെ കൂടെ ഈ സ്പ്രിങ് കൊടുക്കുന്ന വെച്ചാൽ തിരിച്ച് റിട്ടേൺ അത് ആ വെയിറ്റ് റിമൂവ് ആകുമ്പോൾ അത് തിരിച്ച് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ജി എന്ന് പറഞ്ഞ സ്പ്രിങ്ങും ഇ എന്ന് പറഞ്ഞ സ്പ്രിങ്ങും കൊടുക്കുന്നത് നമ്മൾ തിരിച്ച് ഈ വെയിറ്റ് റിമൂവ് ആകാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ സ്പ്രിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ച് നമ്മളത് പ്രഷർ അങ്ങോട്ട് എക്സേർട്ട് ചെയ്ത് പ്രഷർ പ്ലേറ്റും ക്ലച്ച് പ്ലേറ്റും ഒക്കെ തിരിച്ച് ബാക്കോട്ട് തന്നെ റിട്ടേൺ ആവുള്ളൂ നമ്മൾ സ്പീഡ് കുറയുന്നതനുസരിച്ച്. അഥവാ അതിന് പെട്ടെന്ന് റിട്ടേൺ ആവുള്ളൂ, അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സെൻട്രിഫ്യൂഗൽ ക്ലച്ച് വർക്ക് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ കേസ് സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നില്ല. ജസ്റ്റ് ഇപ്പോൾ സ്കൂട്ടിയിലുള്ളതുപോലെ നമ്മളൊരു ഡ്രമ്മിന് പുറത്ത് ബ്രേക്ക് ഷൂ പോലെ നമ്മൾ സാധാരണ ഡ്രം ബ്രേക്കിൻ്റെ പോലെ തന്നെ ഒരു ഡ്രമ്മാവും. ആ ഡ്രമ്മിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ഷൂ പോലെയാണ് നമ്മൾ ഈ ഒരു ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഉണ്ടാവുക. അത് നമ്മൾ സ്പ്രിങ് ഉപയോഗിച്ചിട്ട് സെൻറ്ററിലേക്ക് കണക്ട് ചെയ്യുക. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഈ ബ്രേക്ക് ഷൂ നമ്മൾ ഈ സ്പീഡ് കൂടുമ്പോൾ ഈ ഒരു സെൻറ്ററത്തെ ഈ സ്പ്രിങ്ങും ഒരുമിച്ചാണ് കറങ്ങുക. അത് നമ്മൾ എൻജിൻ സൈഡിലേക്ക് കണക്ട് ചെയ്യുന്നത്. പുറത്തെ ഡ്രം നമ്മൾ വീൽ സൈഡിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ സ്പീഡ് കൂടുന്ന സമയത്ത് ഈ ബ്രേക്ക് ഷൂ പോലത്തെ നമ്മൾ ക്ലച്ച് പ്ലേറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, പുറമേയുള്ള ഡ്രമ്മുമ്മക്ക് ഈ സ്പ്രിങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിമക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്യും. സ്പീഡ് കുറയുമ്പോൾ തിരിച്ച് ബാക്കോട്ട് തന്നെ വരും. ഇങ്ങനെയാണ് പ്രാക്ടിക്കൽ കേസിൽ കൊടുക്കാറ് സാധാരണ. ഓക്കെ, അപ്പോൾ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മാത്രം ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ക്ലച്ചുകളാണ്. പ്രാക്ടിക്കൽ കേസിൽ എങ്ങനെ ഉണ്ടാവാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്, ശ്രദ്ധിക്കുക. പ്രാക്ടിക്കൽ കേസിൽ ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഡ്രിവൺ മെമ്പറും ഡ്രൈവിംഗ് മെമ്പറും ഇൻപുട്ട് ഷാഫ്റ്റും ഔട്ട്പുട്ട് ഷാഫ്റ്റും ഉണ്ടാവും. അപ്പോൾ അതൊരു ഇതുപോലെയാണ് നമ്മൾ ഒരു പുറത്ത് ഒരു ഔട്ടർ ഡ്രം ഉണ്ടാവും. ഒരു ഉള്ളിലായിട്ടൊരു ഇന്നർ സ്പ്രിങ്ങുമേ കണക്ട് ചെയ്തുള്ള വെയിറ്റുകൾ അല്ലെങ്കിൽ ബ്രേക്ക് ഷൂ പോലെ, അതാണ് നമ്മൾ ക്ലച്ച് പ്ലേറ്റ് പറയുന്നത്. ഇനി അത് സ്പ്രിങ് കണക്ട് ചെയ്യുന്നുണ്ടാവും. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ വലുതായി വന്നിട്ട് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കണ്ടോ, സ്പീഡ് കൂടുന്നതിനനുസരിച്ച് മുകളിലോട്ടും സ്പീഡ് കുറയുന്നതിനനുസരിച്ച് താഴോട്ട് വരികയാണ് ചെയ്യുക. വർക്കിംഗ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഈ ക്ലച്ച് എൻഗേജ് ചെയ്യുക. ഇപ്പോൾ ആൾറെഡി സ്പീഡ് കുറഞ്ഞിട്ടുള്ളത്. ഇനി സ്പീഡ് കൂടുമ്പോൾ ഇത് എങ്ങനെയാണ് ഇതാകുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ സ്പീഡ് കൂടി, ഇത് അറ്റാച്ച് ചെയ്തു, അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്തു. ഇങ്ങനെയാണ്. ഇനി സ്പീഡ് കുറയുമ്പോൾ തിരിച്ച് സ്പ്രിങ് എന്ത് ചെയ്യും, ബാക്കോട്ട് തന്നെ വന്നിട്ട് ക്ലച്ച് ഡിസെൻഗേജ്ഡ് ആവും. ഓക്കെ, സ്പീഡ് കുറയുമ്പോൾ ക്ലച്ച് ഡിസെൻഗേജ്ഡായി, സ്പീഡ് കൂടുമ്പോൾ അത് ആ സ്പ്രിങ്ങിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ക്ലച്ച് എൻഗേജ്ഡ് ആവും. സാധാരണ സെൻട്രിഫ്യൂഗൽ ക്ലച്ചുകൾ യൂസ് ചെയ്യുന്നത് അഥവാ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വെഹിക്കിൾസിലാണ്. സ്കൂട്ടേഴ്സിൽ മോഫഡ്സ് അതുപോലത്തെ എല്ലാ വെഹിക്കിൾസിലൊക്കെ കൂടുതലും സെൻട്രിഫ്യൂഗൽ ക്ലച്ചുകൾ കാണാറുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ക്ലച്ച് ഓപ്പറേറ്റിംഗ് മെക്കാനിസംസിനെ കുറിച്ചാണ്. ക്ലച്ച് ഓപ്പറേറ്റിംഗ് മെക്കാനിസംസ് വ്യത്യസ്ത രീതിയിലുണ്ട്. ഒന്ന് പറയുന്നത് മെക്കാനിക്കൽ ഓപ്പറേഷൻ, നെക്സ്റ്റ് ഹൈഡ്രോളിക് ഓപ്പറേഷൻ, വാക്യൂം ഓപ്പറേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഓപ്പറേഷൻ. ക്ലച്ചിന് ഓപ്പറേറ്റിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ച് എൻഗേജ്മെൻറ്റും ഡിസെൻഗേജ്മെൻറ്റും ചെയ്യണം അല്ലേ. ഇപ്പോൾ മാനുവൽ ക്ലച്ചുകൾക്കൊക്കെ ക്ലച്ച് എൻഗേജും ഡിസെൻഗേജും ചെയ്യണം, അത് നമ്മൾ തന്നെ ചെയ്യാണ്. അപ്പോൾ അതിന് ഒരു മെക്കാനിസം ആവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ ഓപ്പറേഷനാണ്. മെക്കാനിക്കൽ ഓപ്പറേഷൻ നിങ്ങൾക്കറിയാം, നമ്മൾ ബൈക്കിൻ്റെ ക്ലച്ചുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യുന്നത് നമ്മൾ ആ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തിട്ടാണ്. ആ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മളെപ്പോഴും നമ്മളെ മാനുവൽ ക്ലച്ചുകളിലൊക്കെ കണ്ടു ഒരു റിലീസ് ബെയറിംഗ് അല്ലെങ്കിൽ ത്രസ്റ്റ് ബെയറിംഗ് ഉണ്ടാവും. ഈ ത്രസ്റ്റ് ബെയറിങ്ങിനെ അമർത്താൻ ഒരു റിലീസ് ഫോർക്ക് ഉണ്ടാവും. ആ ഫോർക്കുമായി പിന്നെ ഒരുപാട് ലിങ്കുകൾ മുഖേന നമ്മൾ ബ്രേക്കിൻ്റെ പോലെ തന്നെ ക്യാബുകളോ അല്ലെങ്കിൽ ലിങ്കുകളോ ഉപയോഗിച്ചിട്ട്, മെക്കാനിക്കൽ ലിങ്കേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലച്ച് പെഡലിലേക്ക് കണക്ട് ചെയ്യും. ഈ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിലീസ് ഫോർക്ക് അമർത്തിയിട്ട് ത്രസ്റ്റ് ബെയറിങ്ങിനെ പ്രസ് ചെയ്തിട്ട് ത്രസ്റ്റ് ബെയറിങ് നമ്മൾ നമ്മൾ റിലീസ് ലിവേഴ്സിനെ പ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിലീസ് ഫിംഗേഴ്സിനെ പ്രസ് ചെയ്തിട്ട് സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തിട്ടാണ് പ്രഷർ പ്ലേറ്റിനെ ക്ലച്ച് പ്ലേറ്റും വന്ന് റിലീസ് ചെയ്യിക്കുന്നത്. അപ്പോൾ മെക്കാനിക്കൽ ഓപ്പറേഷൻ വളരെ സിമ്പിളാണ്. കുറച്ച് ലിങ്കുകൾ ഉപയോഗിച്ച് നമ്മൾ ആ ത്രസ്റ്റ് ബെയറിങ്ങിനെ നമ്മളൊരു റിലീസ് ഫോർക്ക് ഉപയോഗിച്ച് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇങ്ങനെയാണ് മെക്കാനിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ മെക്കാനിക്കൽ ഓപ്പറേഷൻ ആകുമ്പോൾ നമ്മൾ ഈ സ്പ്രിംഗ് ഫോഴ്സ് മൊത്തം നമ്മൾ കാലുകൊണ്ട് തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. ക്ലച്ച് ഇത് വലിയ ക്ലച്ച് വാഹനങ്ങളിലൊക്കെ സ്പ്രിംഗ് ഫോഴ്സ് കൂടുതലുള്ള സ്ഥലത്ത് ഇത് ബുദ്ധിമുട്ടാവും. അപ്പോഴാണ് നമുക്ക് ഹൈഡ്രോളിക് ഓപ്പറേഷനും വാക്ക് ഓപ്പറേഷനൊക്കെ ആവശ്യം വരുന്നത്. ഹൈഡ്രോളിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം പോലെ തന്നെ ഇവിടെ നമ്മൾ ഫ്ലൂയിഡ് പ്രഷർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലൂയിഡിനെ സഹായത്താൽ ഒരു ക്ലച്ചിനെ ഡിസെൻഗേജ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഫ്ലൂയിഡിൻ്റെ പ്രഷർ നിങ്ങൾക്കറിയാം. ഫ്ലൂയിഡുകൾ പ്രത്യേകത എന്ന് പറയുന്നത്, ലിക്വിഡുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇൻകംപ്രസിബിൾ ആണ്. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്യാസ് ഇടില്ല, നമ്മൾ ലിക്വിഡാണ്. ലിക്വിഡിൻ്റെ പ്രത്യേകത നമ്മളൊരു ഓയിൽ, ഈ ബ്രേക്ക് ഓയിൽ എന്ന് പറയും അല്ലേ, നിങ്ങൾ ബ്രേക്ക് ഓയിൽ കണ്ടിട്ടുണ്ടാവും. അതിൽ പ്രത്യേക വിസ്കോസിറ്റി വളരെ ഹൈ അല്ലാത്തൊരു മീഡിയം വിസ്കോസിറ്റി ഉള്ള ഒരു മീഡിയം വിസ്കോസിറ്റി അല്ല, കുറച്ച് ലോ വിസ്കോസിറ്റി ഉള്ള പരമാവധി ഫ്ലോ ചെയ്യുന്ന ഒരു ലിക്വിഡ്, അതാണ് ബ്രേക്ക് ഓയിലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്രേക്ക് ഓയിൽ എന്ന് പറയുന്നത് ഫ്ലൂയിഡ്, അത് ഇൻകംപ്രസിബിൾ ആണ്, കംപ്രസ് ആവില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പാസ്കൽസിൻ്റെ പ്രകാരം അതെല്ലാ ആ ഫ്ലൂയിഡിൻ്റെ എല്ലാത്തും ഒരുപോലെ ആ ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മാസ്റ്റർ, ഇതിൽ ഹൈഡ്രോളിക് ഓപ്പറേഷനിൽ മെയിനായിട്ടുള്ളത് ഒരു മാസ്റ്റർ സിലിണ്ടറും ഒരു വീൽ സിലിണ്ടറുമാണ്. ഇതിൻ്റെ അകത്തൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ മാസ്റ്റർ സിലിണ്ടറിനകത്ത് നമ്മൾ ഈ ഫ്ലൂയിഡ് റിസർവോയറിൽ നമ്മൾ ഓയിൽ അല്ലെങ്കിൽ ബ്രേക്ക് ഓയിൽ നിറക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഇവിടെ ഇതിൻ്റെ അകത്തൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ആൾറെഡി ഓയിൽ ഫില്ലിഡ് ആയിരിക്കും. അതുപോലെ ഈ ലൈൻസിലൊക്കെ ഓയിൽ ഫില്ല് ചെയ്യും. അതുപോലെ സ്ലേവ് സിലിണ്ടറിലും ഉണ്ടാവും ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്. അതിൻ്റെ ഈ പിസ്റ്റൻ്റെ മുന്നേയും ഓയിൽ ഉണ്ടാവും. ഇവിടെ മാസ്റ്റർ സിലിണ്ടറിനകത്ത് പിസ്റ്റൺ കഴിഞ്ഞിട്ടാണ് ഓയിൽ ഉണ്ടാവുക, ഇതിൽ പിസ്റ്റൻ്റെ മുന്നെയാണ് ഓയിൽ ഉണ്ടാവുക. ഇനി നമ്മൾ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ പുഷ് റോഡ് പിസ്റ്റൺ എന്ത് ചെയ്യും, ഈ ഓയിൽമക്ക് പ്രസ് ചെയ്ത് പ്രഷറൈസ് ചെയ്യും. ഈ ഓയിൽ എന്ത് ചെയ്യും, ഫ്ലൂയിഡ് ലൈൻസിലൂടെ ബ്രേക്ക് ലൈൻസിലൂടെ പാസ് ചെയ്തിട്ട് നേരെ സ്ലേവ് സിലിണ്ടറിൻ്റെ അകത്തുള്ള ഈ നമ്മൾ പിസ്റ്റൺ എന്ത് ചെയ്യും, തള്ളും. ആ പിസ്റ്റൺ നമ്മൾ ഇതിനെ പുഷ് റോഡിനെ തള്ളിയിട്ട് ഈ ക്ലച്ച് റിലീസ് ഫോർക്കിനെ അമർത്തിയിട്ട് നമ്മൾ ത്രസ്റ്റ് ബെയറിങ്ങിനെ അമർത്തി ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യും. അപ്പോൾ ഇവിടെ ഫ്ലൂയിഡ് പ്രഷർ അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഹൈഡ്രോളിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. കാരണം ഇത് ഓയിൽ ഉപയോഗിച്ചിട്ട് ആണ് നമ്മളിവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ചെറിയ ഫോഴ്സ് കൊടുത്താൽ തന്നെ ഇവിടേക്ക് നമുക്ക് കൂടുതൽ ഫോഴ്സ് കിട്ടും. നമുക്കറിയാം ഹൈഡ്രോളിക് ലിഫ്റ്റുകളൊക്കെ നമ്മൾ ചെറിയ ഹൈഡ്രോളിക് ജാക്ക്, ഇതൊക്കെ ചെറിയ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ വാഹനത്തെ തന്നെ വെയിറ്റിനെ തന്നെ എന്ത് ചെയ്യുന്നു, പൊന്തിക്കുന്നുണ്ട് പാസ്കൽസ് ലോ പ്രകാരം. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ ഫോഴ്സ് എക്സേർട്ട് ചെയ്താൽ തന്നെ നമുക്ക് ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യാൻ ഇവിടെ കൂടുതൽ സ്ലേവ് സിലിണ്ടറിൽ കൂടുതൽ ഫോഴ്സ് കിട്ടും. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളൊരു മാസ്റ്റർ സിലിണ്ടർ വീൽ സിലിണ്ടറും ഉണ്ടാവും. വീൽ സിലിണ്ടർ എന്നല്ല, സ്ലേവ് സിലിണ്ടർ. വീൽ സിലിണ്ടർ പറയാറുള്ളത് ബ്രേക്കിൻ്റെ കേസിലാണ്, സ്ലേവ് സിലിണ്ടറുകൾ ഉണ്ടാവും. അപ്പോൾ സ്ലേവ് സിലിണ്ടർ നമ്മൾ ക്ലച്ചിൻ്റെ അടുത്തുണ്ടാവുക, മാസ്റ്റർ സിലിണ്ടർ നമ്മൾ ക്ലച്ച് പെഡലിൻ്റെ അടുത്തും. അതിൻ്റെ ഇടയിൽ ക്ലച്ച് ഓയിൽ ട്രാൻസ്മിറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രേക്ക് ഓയിൽ എന്ന് പറഞ്ഞത് ബ്രേക്കിൻ്റെ കേസിലും ഇതേപോലെ തന്നെയാണ് വർക്കിംഗ്, യാതൊരു വ്യത്യാസവും. ഇവിടെ ക്ലച്ചിൻ്റെ ഓയിലായിരിക്കും, ബ്രേക്ക് ഓയിൽ എന്ന് പറയാൻ പറ്റില്ല, ക്ലച്ച് ഓയിൽ. കാരണം ഇവിടെ ക്ലച്ചാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബ്രേക്ക് ഓയിലാകുമ്പോൾ ബ്രേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് സെയിം ഓയിൽ തന്നെ, അതുപോലെ തന്നെ ഓയിൽ, വ്യത്യാസമൊന്നുമില്ല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഡിസ്ക് ബ്രേക്ക് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിലുള്ള അതുപോലെ തന്നെ ഓയിൽ, ആ വ്യത്യാസമില്ല, വർക്കിംഗ് ഒക്കെ സെയിം തന്നെയാണ്. ഇവിടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ക്ലച്ചിനെയാണ്, ക്ലച്ചിൻ്റെ റിലീസ് ഫോർക്കിനെ അമർത്താൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മറ്റൊരുത്ത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ്, അത്ര വ്യത്യാസമുള്ളൂ ഹൈഡ്രോളിക് ഓപ്പറേഷൻ. ഹൈഡ്രോളിക് ക്ലച്ച് ആണെങ്കിലും ഹൈഡ്രോളിക് ബ്രേക്ക് ആണെങ്കിലും. അപ്പോൾ അതിൽ രണ്ടിലും ഉള്ളത് മാസ്റ്റർ സിലിണ്ടറും മറ്റേത് വീൽ സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇതിൽ സ്ലേവ് സിലിണ്ടർ എന്ന് പറയുന്നു. മറ്റേ ബ്രേക്ക് ഓയിൽ മകടം ഇവിടെ ക്ലച്ച് ഓയിലാണ് ഹൈഡ്രോളിക് ക്ലച്ച് ആകുമ്പോൾ. ഒക്കെ ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, വർക്കിംഗ് ഒക്കെ സെയിമാണ്. അപ്പോൾ ഇതാണ് ഹൈഡ്രോളിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.